MV നികേഷ് കുമാർ, റിപ്പോർട്ടർ ടിവിയുടെ മുൻ MD, ചീഫ് എഡിറ്റർ ആയിരുന്നു. ഈ ആദ്യന്തം അതിജീവിതയ്ക്കൊപ്പം നിന്ന് ഒരുപാട് വേട്ടയാടുകൾ ഉണ്ടായപ്പോഴും അതിജീവിതയ്ക്കൊപ്പം ഈ പോരാട്ടത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ പോരാട്ടത്തിൽ അതിജീവിതയുടെ ആ പോരാട്ടത്തിനൊപ്പം നിന്ന MV നികേഷ് കുമാർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. MV നികേഷ് കുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധി ഏറ്റവും നിരാശാജനകം തന്നെയാണ്. പക്ഷേ ദിലീപിന്റെ ആദ്യ പ്രതികരണം കേൾക്കുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ്? സ്മൃതി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ സ്മൃതി ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം പറയണം എന്ന് ആഗ്രഹിച്ച കാര്യവും അതുതന്നെയായിരുന്നു. ദിലീപിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആണ്. വളരെ ശ്രദ്ധിച്ച് നേരത്തെ ക്രാഫ്റ്റ് ചെയ്ത പ്രതികരണമാണ് ദിലീപ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. എന്നുവെച്ചാൽ ദിലീപിന് നല്ല വ്യക്തതയുണ്ടായിരുന്നു ഈ കേസിൽ നിന്ന് അദ്ദേഹം മോചിതമാകും എന്ന്. 2, അതിജീവിതയ്ക്ക് ഇതുവരെ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നീതിന്യായ വ്യവസ്ഥയിൽ അവർ ഇപ്പോഴും പ്രതീക്ഷ വച്ചു പുലർത്തുന്നു എന്ന് വേണം അവർ പ്രതികരിക്കാതിരിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആദ്യ പ്രതികരണം ആദ്യ നിമിഷങ്ങളിൽ നൽകാതിരിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഇവിടെ അതിജീവിതയ്ക്ക് മാത്രമല്ല സ്റ്റേറ്റിനും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2, ഇതാദ്യമായിട്ടല്ല അതിജീവിതയ്ക്കും സ്റ്റേറ്റിനും ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടാതിരിക്കുന്നത്. നേരത്തെ 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്ന് രാജിവെച്ച് ഒഴിഞ്ഞുപോയത് നമ്മൾ ഇത്തരുണത്തിൽ ഓർമ്മിക്കണം. 2 തവണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിത മേൽക്കോടതികളിൽ പോയപ്പോൾ സ്റ്റേറ്റും ഒപ്പം ഉണ്ടായിരുന്നു, പ്രോസിക്യൂഷനും ഒപ്പം ഉണ്ടായിരുന്നു. അന്നും നിർഭാഗ്യവശാൽ കിട്ടിയില്ല. 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല നീതി കിട്ടാതിരിക്കുന്നത്. ഈ കേസിൽ വളരെ മുമ്പ് തന്നെ, അതായത് വിചാരണ ഘട്ടത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനീതിക്ക് നീതി കിട്ടിയിട്ടില്ല. അത് ഈ മെമ്മറി കാർഡ് ദുരുപയോഗിക്കപ്പെട്ടു എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞപ്പോഴാണ്. 3 കോടതികളിൽ വെച്ച് അത് ദുരുപയോഗിക്കപ്പെട്ടു എന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞപ്പോഴാണ്. ആ 3 തവണ ദുരുപയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് ഈ വിചാരണയെ ബാധിക്കുക, അത് എന്തിനാണ് ദുരുപയോഗിക്കപ്പെട്ടത്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ്, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കോടതി വ്യക്തത നൽകാത്തതിനാൽ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേരത്തെ വിചാരണ കോടതിയിൽ നീതി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ 8ാം പ്രതി അടക്കമുള്ള ചില പ്രതികളെ വെറുതെ വിട്ടതിലൂടെ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും കടുപ്പമേറിയ ഒരു ഇന്നിങ്സ് അവസാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നീതിന്യായ വ്യവസ്ഥ ഇവിടെ അവസാനിക്കുന്നില്ല. ജുഡീഷ്യറിയുടെ അവസാന വാക്കല്ല വിചാരണ കോടതി എന്ന് പറയുന്നത്. ഇനിയും കോടതികളുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിങ്സ്, ഏറ്റവും സ്റ്റിക്കി വിക്കറ്റ്, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. പക്ഷേ നികേഷ് കുമാർ, ഇത് നോക്കൂ, ഈ കേസ് എങ്ങനെയാണ് വ്യത്യസ്തമായിരുന്നത്? തടസ്സം മാറിക്കിട്ടി എന്ന് മാത്രമേ. നികേഷ് കുമാർ, ഈ കേസ് വ്യത്യസ്തമാകുന്നത് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണല്ലോ. അപ്പോൾ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തുള്ള കേസ് എന്നുള്ളത് ഇവിടെ ഇല്ലാതാവുകയല്ലേ? നോക്കൂ സ്മൃതി, അല്ല. കാരണം യഥാർത്ഥത്തിൽ ജഡ്ജ് അല്ല കേസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേസിൻ്റെ ക്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് വിചാരണ കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയോ അല്ല. അത് സ്വാഭാവികമായിട്ടും ആദ്യം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന സുരേശൻ, അത് കഴിഞ്ഞതിന് ശേഷം അനിൽകുമാർ, പ്രത്യേകം എടുത്തു പറയേണ്ടത് അഡ്വക്കേറ്റ് അജകുമാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായതിനു ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്, വിസ്താര അടക്കമുള്ള പ്രധാനപ്പെട്ട നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസ് എന്താണോ കോടതിയിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ കേസ് അവിടെ നിലനിൽക്കും. ഒരുപക്ഷെ കോടതി 8ാം പ്രതിയെ വെറുതെ വിട്ടതിലൂടെ കണ്ടിട്ടുണ്ടാവുക ശിക്ഷിക്കാനുള്ള തെളിവുകളില്ല എന്നുള്ളതാണ്. ആ തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രേഖകളിലായിട്ട് കോടതിയിലുണ്ട് എന്നാണ് നമ്മളൊക്കെ കാണുന്നത്, നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനും മേൽ കോടതികളുണ്ട്. ഈ സ്റ്റിക്കി വിക്കറ്റ് മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ജുഡീഷ്യറി എന്ന് പറയുന്ന നമ്മളൊക്കെ ഇപ്പോഴും വിശ്വാസം വെച്ച് പുലർത്തുന്ന ആ മഹാസ്ഥാപനം അന്തിമമായി നീതി കൊണ്ടുതരും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പലപ്പോഴും ബാലചന്ദ്രകുമാറും പറയാറുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ കൈസ്പർശമേറ്റിട്ടുള്ള കേസാണ്. ദൈവത്തിൻ്റെ കൈസ്പർശമേറ്റിട്ടുള്ള കേസാണ്.
വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയ മറുപടി തന്നെ വെറുതെ വിട്ടതിന് ശേഷം ഒരാൾ പ്രതിഭാഗം പറയുന്നു എന്ന് വിചാരിച്ച് ഈ കേസ് അവിടെ അവസാനിക്കുന്നു എന്നല്ല. ഇനിയുള്ള മേൽക്കോടതികളിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും എന്നെ പോലുള്ള ഈ കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇതിൽ നിരാശയില്ല. ആരും നിരാശപ്പെടേണ്ട സാഹചര്യവും ഈ കാര്യത്തിലില്ല. അന്തിമ വാക്കല്ല ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു വിചാരണ കോടതിയുടെ കണ്ടെത്തൽ മാത്രമാണ്. അതായിരുന്നു ഏറ്റവും വലിയ തടസ്സം. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇതിനു മുമ്പും അത്തരം തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സങ്ങൾ മാറിക്കിട്ടി എന്നുള്ളതാണ്, ആ കാർമേഘങ്ങൾ ഒഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. ശ്രീ എം. നികേഷ് കുമാർ, പോരാട്ടങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു പരാജയത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നലുണ്ടാകാം. പക്ഷേ അന്തിമ വിജയം എപ്പോഴും സത്യത്തിനായിരിക്കും എന്നങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നില്ല ഈ ഘട്ടത്തിലും? നോക്കൂ, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലചന്ദ്രകുമാറിനെ ഞാനിവിടെ സ്മരിക്കുകയാണ്. ബാലചന്ദ്രകുമാർ യഥാർത്ഥത്തിൽ ജീവിച്ചത് ഈ കേസിന് പുനർജീവൻ നൽകാൻ വേണ്ടിയാണ് എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹം വിചാരണയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ബാലചന്ദ്രകുമാറിൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിന് കോടതിയിൽ എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സാക്ഷി വിസ്താരം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയിൽ അദ്ദേഹം സാക്ഷ്യവിസ്താരത്തിന് കോടതി മുറിയിൽ ഇരിക്കുമ്പോൾ ചോര ഇറ്റിറ്റു വീഴുന്നു എന്നാണ് അന്ന് കോടതിയിലുണ്ടായിരുന്നവർ പറഞ്ഞത്. മാത്രമല്ല, ബാലചന്ദ്രകുമാറിൻ്റെ ഈ ഇടപെടലോടുകൂടി ഈ കേസിൻ്റെ എല്ലാ സത്യങ്ങളും ജനങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് ഇടവരുത്തി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ അത് റിപ്പോർട്ടർ TV-യിലൂടെയാണ് ബാലചന്ദ്രകുമാർ ഈ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതും റിപ്പോർട്ടറിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം എനിക്ക് SMS അയക്കുകയായിരുന്നു, എനിക്കിങ്ങനെ നടിയെ ആക്രമിച്ച കേസിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുന്നു എന്നുള്ളതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ എന്താ എന്ന് നോക്കാം എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള അലംഭാവം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചപ്പോഴാണ് അദ്ദേഹം വളരെ വൈകാരികമായി പറഞ്ഞത്, ഞാൻ പല ടെലിവിഷൻ ചാനലുകളെ സമീപിച്ചിട്ട് അവസാനമാണ് താങ്കളുടെ അടുത്തേക്ക് വരുന്നത്. ചില ചാനലുകൾ എൻ്റെ ബൈറ്റ് വരെ എടുത്തു, എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ബൈറ്റ് വരെ എടുത്തു. ബൈറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാചകമാണ്, അദ്ദേഹം പറയുന്നത് അത് പ്രതിഭാഗത്തിന് ചോർത്തിക്കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം റിപ്പോർട്ടർ TV-യിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു. എന്നെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കൊച്ചിയിലാണ്, താങ്കൾ തിരുവനന്തപുരത്താണല്ലോ. ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ റോഷിപാലുണ്ട്, റോഷിപാലിനെ കണ്ടാൽ മതി. ഇപ്പോൾ ഒരു അവിശ്വാസം സ്വാഭാവികമായിട്ടും അങ്ങനെ വേറൊരാളെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിലുള്ള ഒരു അവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോഴും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ടെലിവിഷൻ ചാനലുകൾ പോലെയല്ല, ഇവിടെ അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയുകയും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ആ ബൈറ്റ് ഒരു ക്രിസ്മസ് നാളിൽ, എപ്പോഴും പുനർജീവനത്തിന് ഒരു ക്രിസ്മസ് നാളുണ്ടാവുമല്ലോ, ഒരു പുനർജീവനത്തിന് ഒരു ക്രിസ്മസ് നാളുണ്ടായി. ആ ക്രിസ്മസ് നാളിലാണ് റിപ്പോർട്ടർ TV ബാലചന്ദ്രകുമാറിൻ്റെ ബൈറ്റ് ആദ്യമായി പ്ലേ ചെയ്യുന്നത്. തുടർന്ന് ഇങ്ങോട്ട് ഹിസ്റ്ററിയാണ്, നമ്മുടെ മുമ്പിലുണ്ട് ആ കാര്യങ്ങളൊക്കെ തന്നെയും. റിപ്പോർട്ടർ ഒപ്പം നിന്ന ചില മാധ്യമങ്ങൾ കൂടിയുണ്ട്. അവരൊക്കെ കൂടി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയി വാർത്തയിൽ ഇടം നേടി. അങ്ങനെ ആ കേസിനൊരു പുനരുജ്ജീവനം സംഭവിച്ചു. അതുകൊണ്ട് സുജയ്, ഇതിനകത്ത് ഒറ്റ കാര്യമേ നമ്മൾ കാണേണ്ടതുള്ളൂ. ഈ കേസിൽ ഒന്നും മറച്ചു വെക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ ഈ കേസിൽ നീതി കിട്ടാതിരിക്കില്ല. അത് 100% സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ നീതി കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊക്കെ ആത്യന്തികമായി നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാത്തവരായി പോകും. അങ്ങനെയല്ല, ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്നും ഇപ്പോൾ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, നമ്മൾ മാധ്യമങ്ങളെ കൂടി അതിനോടൊപ്പം ചേർത്താൽ അതിൽ തന്നെ ഏറ്റവും വിശ്വാസം. നമുക്ക് ഇനിയും ഇരിക്കേണ്ടതുണ്ട്, അടുത്ത ഘട്ടത്തിൽ കൂടി ഇരിക്കേണ്ടതുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പിരിയാം.